ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയോട് ശരത്ത് പറയണേ, എന്നെ ഇങ്ങനെ ചെയ്തതിന് അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് നീ ഒന്ന് പറഞ്ഞേക്കേ. എത്ര കാലം കഴിഞ്ഞാലും ഇതിന് ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദേവിക ഒരു പുച്ഛഭാവത്തോടു കൂടി പറയണേ, ആദ്യം നിൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇടിയുടെ പരിക്കുകളൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ടും മതി ഇനി അടുത്ത ഇടിക്ക് നീ ഒരുങ്ങുന്നത്. പോയി ചെന്ന് കിടന്നുറങ്ങാൻ നോക്കടാ എന്ന് പറഞ്ഞ് പരിഹാസത്തോടു കൂടി ശരത്തിനെ പറഞ്ഞു വിടാൻ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ശരത്തിന് തിരിച്ചു മറുപടി പറയാൻ കഴിയാതെ ദേഷ്യത്തിലാണ് പോകുന്നത്. പിന്നീട് ചന്ദ്ര പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനോടും പ്രേമയോടും പറയണേ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ഇവിടേക്ക് വരുള്ളൂ. ഞാൻ വിഷ്ണുവിൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് കേട്ടപ്പോൾ പ്രേമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പ്രേമ പറയണേ, വിഷ്ണുവിനോടൊപ്പമാണോ പോകുന്നത്? നീ എവിടേക്കാണ് പോകുന്നത്? അത് വിഷ്ണു തീരുമാനിച്ചിട്ടില്ല. അത് ശരി, ഇത്രയ്ക്ക് അഹങ്കാരമോ? അപ്പോൾ ചന്ദ്ര പറയണേ, ഞാനും വിഷ്ണുവും വക്കീലന്മാരാണ്, ഞങ്ങൾക്കൊരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ സിദ്ധുവിനോട് ഈ വിവരം പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പ്രേമ, എന്തുകൊണ്ടാടി നീ സിദ്ധുവിനോട് പറയാതിരുന്നത്? അതെ, നിങ്ങളുടെ സിദ്ധു ഞാൻ അയാളുടെ ഓഫീസിലേക്ക് പോയപ്പോൾ എന്നെ വലിച്ചു പുറത്താക്കി വാതിലടച്ച് ആ ദേവികയുമായിട്ട് അകത്തിരിക്കുകയാണ് ചെയ്തത്. അങ്ങനത്തെ ആ മഹാനോട് എനിക്ക് പറയാൻ ഒരു താല്പര്യവുമില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ ഈ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ചന്ദ്ര പറയണേ, ശരിയും തെറ്റൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ പ്രേമ പറയണേ, നീ ഇത് കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ച് നിനക്ക് കയറാമെന്ന് നീ മോഹിക്കേണ്ട. നിന്നെ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, വെല്ലുവിളികളൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അത് നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അത് ഞാനിപ്പോൾ ഇവിടെ നിന്നും പോയിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. അത് കണ്ടപ്പോൾ പ്രേമയ്ക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ട്, അച്ഛാ ഞാൻ ഇപ്പം തന്നെ ഇത് സിദ്ധുവിനെ വിളിച്ച് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് സിദ്ധുവിനോട് കാര്യം പറയാണ്. പിന്നീട് പ്രഭാവതി ശരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രഭാവതിയെ കണ്ടപ്പോൾ മുത്തശ്ശിയും പാർവതിയും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ്. അപ്പോൾ ബാഗൊക്കെ എടുത്തുകൊണ്ടാണ് പ്രഭാവതി വരുന്നത്. അപ്പോൾ ശരത്തിന് അമ്മ ഇവിടേക്ക് താമസിക്കാൻ വന്നതാണെന്നുള്ള കാര്യം മനസ്സിലാവാണ്. എന്നിട്ട് പ്രഭാവതിയെ മാറ്റി നിർത്തി, അമ്മ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? അപ്പോൾ പ്രഭാവതി, പിന്നെ ഞാൻ എവിടെ പോവും? അപ്പോഴത്തേക്കും മുത്തശ്ശിയും പാർവതിയും, അല്ല എന്താ നിങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നത്? അപ്പോൾ ശരത്ത്, അത് പിന്നെ അമ്മേ മുത്തശ്ശി, അമ്മ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വെള്ളമില്ല, അതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ കുളിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ വേറൊരു വീട് അന്വേഷിച്ച് അമ്മയെ അവിടേക്ക് താമസിപ്പിക്കാനാണെങ്കിലോ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുമാണ്. ഇപ്പോൾ തൽക്കാലം ഒരു AC ഉള്ള ഹോട്ടലിൽ താമസിപ്പിക്കാമെന്ന് കരുതിയാൽ അത് അത്രയ്ക്ക് സേഫ് അല്ലല്ലോ. അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അമ്മ എന്നെ വിളിച്ചിരുന്നു ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും പാർവതിയും പറയണ സന്തോഷത്തോടു കൂടി, അതിനെന്താ, ഇവിടെ താമസിക്കാമല്ലോ. പ്രഭാവതിക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ വീട്ടിൽ താമസിക്കാമല്ലോ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രഭാവതി, അല്ല അതിന് ദേവിക സമ്മതിക്കുമോ? ദേവികയെ കൊണ്ടൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. പ്രഭാവതി ഇവിടെ താമസിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ കല്യാണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. അപ്പോൾ പ്രഭാവതി വന്ന് കയറിയ ഉടനെ തന്നെ ദേവികയും അവിടെ ഉണ്ട്. അപ്പോൾ ദേവിക പറയണ, അല്ല ഇതെന്താ ഒരു അഭയാർത്ഥിയെ പോലെ വരുന്നത്? അത് കേട്ട ഉടനെ തന്നെ ശരത്ത് പറയുന്നുണ്ട്, ദേവിക നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട. അപ്പോൾ ദേവിക പറയണ, വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അമ്മയും മോനും കൂടി തീർത്തേക്ക്, ഞാനകത്ത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ദേവിക അപ്പം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി അവിടെ താമസിക്കാൻ വന്ന കാര്യങ്ങളൊന്നും ദേവിക ഇവർ സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് മുത്തശ്ശിയും പാർവതിയും കൂടി സ്നേഹത്തോടു കൂടി പ്രഭാവതിയോട് അവിടെ നിൽക്കാൻ പറയണേ. അങ്ങനെ പ്രഭാവതിക്ക് ചായ ഒക്കെ കൊടുക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവിക അത് കണ്ടുകൊണ്ട് വരുന്നത്. ചായ കുടിക്കുകയാണോ? ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്നും പോവുക? അപ്പോൾ പാർവതി പറയണേ, ഇന്ന് ഇവിടെ നിന്നും പ്രഭാവതി പോകുന്നില്ല, ഇനി കല്യാണം കഴിയുന്നവരെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ദേവിക പറയണേ, അപ്പോൾ പിന്നെ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുമല്ലോ, കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പാർവതി പറയണേ, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ വെറുതെ തല പുണ്ണാക്കണ്ട. അപ്പോൾ ദേവിക പറയണേ, കല്യാണ കാര്യത്തിൽ എന്തായാലും ഞാൻ ഇടപെടുന്നില്ല, പക്ഷേ ഇവിടെ താമസിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടും, ഞാനല്ലേ ഹൗസ് ഓണർ. അപ്പോൾ മുത്തശ്ശി പറയണേ, പ്രഭമോൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്? പല ബുദ്ധിമുട്ടുകളുമുണ്ട് മുത്തശ്ശി, അതൊന്നും ഇപ്പോൾ തൽക്കാലം ഇവിടെ വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് ഇറക്കി വിടുന്നില്ല, നാളെ രാവിലെ അങ്ങ് പോയാൽ മതി, നാളെ ഇവിടെ കണ്ടേക്കരുത് കേട്ടോ. എന്നിട്ട് ശരത്തിൻ്റെ മുഖത്ത് നോക്കി, നിന്റെ അമ്മയായി പോയി, അതാണ് ഈ സ്ത്രീയുടെ ശാപം
കുടുംബം എന്നും പറഞ്ഞ് അകത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പറയണേ, ഞാൻ എന്തായാലും ഇന്നും ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇപ്പം തന്നെ പോവുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ എന്നെ ദേവിക എന്നെ വലിച്ചു പുറത്താക്കേണ്ട ഒരു അവസ്ഥ വരരുതല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പാർവതിയും മുത്തശ്ശിയും പറയണ, പ്രഭാവതി ദേവിക പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, ദേവികയെ പറഞ്ഞ് സമ്മതിപ്പിക്കലൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാൽ മതി. അപ്പോൾ മുത്തശ്ശി പറയണേ, ഞാൻ പറഞ്ഞ എന്തായാലും ദേവിക അനുസരിക്കും, തൽക്കാലം പ്രഭാവതി ഇപ്പോൾ ഇവിടെ നിന്ന് പോവരുത്, ഞാൻ ദേവികയോട് സംസാരിച്ചോളാം. അപ്പോൾ പ്രഭാവതി പറയണേ, ഇനി എനിക്ക് ഇതുപോലത്തെ ഒരു അപമാനം ഏൽക്കരുത്, അതുകൊണ്ട് എനിക്ക് അത് നിങ്ങൾ വാക്ക് തരണം, ദേവിക എന്നോട് ഇനി ഇങ്ങനെ സംസാരിക്കരുത്, അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കൂ. അപ്പോൾ മുത്തശ്ശിയും പാർവതിയും പറയണേ, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, ഇനി ദേവിക നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കില്ല, ഞങ്ങളത് ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞ് പ്രഭാവതിയോട് അവിടെ തന്നെ താമസിക്കാൻ പറയണം. പിന്നീട് സിദ്ധു വീട്ടിലെത്തിയ ശേഷം രംഗനും പ്രേമയും അച്ഛനും കൂടി സംസാരിക്കുകയാണ്. ആ വിഷ്ണുവിനോടൊപ്പം ചന്ദ്ര ആരോടും പറയാതെ അഹങ്കാരത്തോടു കൂടി ഇവിടെ നിന്നും പോയി, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, അവളെ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്, എനിക്കിത് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ രംഗം പറയണ, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ, അവളെ കാണാനില്ല എന്ന് പറഞ്ഞ്, അങ്ങനെയാവുമ്പോൾ അത് കേസിന് കൂടി നിനക്കതൊരു സഹായമാവുമെങ്കിലോ. അപ്പോൾ സിദ്ധു പറയണ, ഇല്ല അതിനൊന്നും എനിക്കൊരു താല്പര്യവുമില്ല, കേസൊക്കെ കൊടുത്താൽ അത് നാട്ടുകാരൊക്കെ അറിയും, അതൊന്നും വേണ്ട, അവളിപ്പോൾ വിഷ്ണുവിനോടൊപ്പം പോയി എന്ന് കരുതിയിട്ട് എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ, ഏതോ ഒരു സ്ത്രീ ആരുടെ ഒപ്പം പോയി, അത് കേൾക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നതും കാണുന്നതുമുള്ളൂ, എനിക്ക് അവൾ ഈ വീട്ടിൽ നിന്നും എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല, അവളുമായിട്ടൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവൾ എൻ്റെ മനസ്സിലേ ഇല്ല, പിന്നെ എന്തിനാണ് ഞാൻ അവൾ എവിടെ പോയാലും അതിനൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത്, അതിനൊന്നും എനിക്കൊരു താല്പര്യവുമില്ല അച്ഛാ, എനിക്കിപ്പോൾ എന്തായാലും നാളെ ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, അതോടുകൂടി അവളെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരിക, അതോടുകൂടി ഡിവോഴ്സിനുള്ള സഹായവുമാവും, അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ഇപ്പോൾ അവൾ വിഷ്ണുവിനോടൊപ്പം പോയി എന്ന് കരുതിയിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നതേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് അച്ഛൻ വന്നിട്ട് പറയണ, ആ ചന്ദ്ര എവിടെയാണ് പോയത് എന്നുള്ളത് നീ അന്വേഷിച്ചോ? ഇല്ല അച്ഛ, എന്തിനാണ് അവളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്, അങ്ങനെയല്ല, അവൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നോടല്ലേ ചോദ്യം ചെയ്യാൻ എല്ലാവരും വരിക, അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, നീ എവിടെയാണ് അവളും വിഷ്ണുവും പോയത് എന്നുള്ളത് നീ അന്വേഷിക്കണം, അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുന്നത് വരെ അവളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്, അതുകൊണ്ട് അവരെവിടേക്കാണ് പോയത് എന്നുള്ളത് മോന് ഇപ്പം തന്നെ അന്വേഷിക്കണം, അവൾക്കതൊന്നും ഇഷ്ടമാവില്ല അച്ഛ, അവൾക്ക് വേണമെങ്കിൽ ഇഷ്ടമായാൽ മതി, പക്ഷേ നമുക്കൊരു കടമയുണ്ടല്ലോ, അതുകൊണ്ട് അവളെ കാര്യങ്ങൾ നീ അന്വേഷിച്ച് അറിയണം, എന്നിട്ട് എന്തിനാണ് അവർ പോയത് എന്നൊക്കെ അറിയണം. അപ്പോൾ സിദ്ധു പറയണ, അവർ രണ്ടുപേരും കൂടി പോയത് ആ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അവൾ എവിടേക്കാണ് പോകുന്നത്, വിഷ്ണുവുമായിട്ട് എന്താണ് എന്നുള്ളതൊക്കെ നീ അന്വേഷിച്ച് അറിഞ്ഞു വെച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷം അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സിദ്ധു അതൊക്കെ അന്വേഷിച്ചോളാം എന്ന് പറയണം. പിന്നീട് ദേവിക പത്രം ഇരുന്ന് വായിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ശരത്ത് വരുന്നത്. ശരത്തിനെ കണ്ടപ്പോൾ ദേവിക പറയണം, നല്ല നിമിത്തമാണല്ലോ നീ. അപ്പോൾ ശരത്ത് പറയണേ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഞാൻ നല്ല നിമിത്തം തന്നെ, അല്ല ഞാൻ പത്രത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ണെടുത്ത് നോക്കിയപ്പോൾ പിന്നെ നിന്നെയാണ് കാണുന്നത്. അപ്പോൾ ശരത്ത്, ഇതെന്താ ഇവളിങ്ങനെ അർത്ഥം വെച്ചോട് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അല്ല, ആ നടേശൻ്റെ കൊലപാതകവും റൂബിയുടെ കൊലപാതകവും ഇതുവരെയും പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാണ് ഈ പത്രത്തിൽ ഞാൻ വായിച്ചത്. അത് കേട്ടതോടുകൂടി ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്ത് പറ്റി ശരത്ത്, പേടിച്ചു പോയോ? ഞാനെന്തിനു പേടിക്കണം, ആ കൊലപാതകവും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ദേവിക പറയുന്നത്, ആ കൊലപാതകവും നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറയും, നാളെ ക്രൈംബ്രാഞ്ചും പറയും. അപ്പോൾ ശരത്ത്, അതിന് തെളിവുണ്ടോ? തെളിവൊക്കെ ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കിക്കോളും, ഈ പേപ്പറിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നില്ലേ, അതിൻ്റെ മുന്നേ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ടുമുണ്ടാവും, അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ടാവും. അപ്പോൾ ശരത്ത് പറയണേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ദേവിക പറയണേ, നിൻ്റെയും മുഖം കണ്ടാൽ തന്നെ അറിയാം നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അതൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിക്കണമേ, എന്നിട്ട് ആ പ്രതി ആദ്യം കുറ്റം സമ്മതിക്കാതിരിക്കണേ, എന്നിട്ട് പിന്നെ അവർ മൂന്നാം മുറ പ്രയോഗിക്കണേ, എന്നിട്ട് ഒലക്ക കൊണ്ട് ശരീരം മുഴുവനും അങ്ങ് ഉരുട്ടണേ, അകത്തിനുള്ളിൽ മുട്ടുസൂചി അടിച്ചു കയറ്റണേ, സങ്കല്പ കസേരയിൽ ഇരുത്തി കാവടി ആട്ടിപ്പിക്കണേ. അതൊക്കെ കേൾക്കുമ്പോൾ ശരത്തിന് ഇങ്ങനെ പേടിയായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ശരത്ത് പറയണേ, മതിയടി നിർത്ത്, നിന്റെ മോഹം ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ദേവിക പറയണേ, നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ലടാ എന്ന്
പറഞ്ഞ് പേപ്പർ ശരത്തിനങ്ങ് കൊടുത്ത് ഇത് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അകത്ത് പോവാണ്. അങ്ങനെ ശരത്ത് അത് വായിച്ചിട്ട് ഇങ്ങനെ ശരത്തിന് പേടിയും ആവുന്നുണ്ട്. നല്ല ടെൻഷനോട് കൂടി ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. പിന്നീട് ശരത്ത് ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ച് ഇക്കാര്യം പറയുകയാണ്. അറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, റൂബിയുടെയും നടേശൻ സാറിൻ്റെയും കൊലപാതകം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അത്രേ. അപ്പോൾ ചന്ദ്ര അതെയോ, ഞാൻ അറിഞ്ഞില്ല. ഇന്നത്തെ പേപ്പറിൽ അതിനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. അപ്പോൾ ചന്ദ്ര പറയണ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാനാണ് ആവശ്യപ്പെട്ടത്. അത് കേട്ടപ്പോൾ ശരത്തങ്ങ് ഞെട്ടിപ്പോവാണ്. അതൊക്കെ എന്തിനാണ് ചെയ്തത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതെന്താ ശരത്ത് നീ അങ്ങനെ പറയുന്നത്? അല്ല, അവരും അന്വേഷിച്ചാലൊന്നും ഇത് തെളിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തെളിഞ്ഞാൽ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടും. അതൊക്കെ കേൾക്കുമ്പോൾ ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അതിൻ്റെയൊക്കെ തെളിയിക്കാൻ കഴിയുമോ അവർക്ക് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര എന്താ നീ ഇങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇത് തെളിയിക്കും. ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് എനിക്കറിയണം. എൻ്റെ അച്ഛനെ കൊന്നത് പിന്നെ മനോഹരനാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ റൂബിയെ കൊന്നത് ആരാണെന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതും എൻ്റെ അച്ഛനെ കൊന്നതും റൂബിയെ കൊന്നതും ഒരേ ആൾ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ശരത്ത് സന്തോഷത്തോടു കൂടി അപ്പോൾ മനോഹരനാണ് എന്നാണോ ചന്ദ്ര പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, എനിക്കെന്തായാലും അങ്ങനെ ഒരു സംശയമുണ്ട്. മനോഹരൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും, എന്തായാലും എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. റൂബിയെ കൊന്നത് ആരാണെന്നുള്ളതും എൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ളതും എനിക്ക് അറിയണം. അറിയുന്നത് വരെ ഞാൻ ഇതിൻ്റെ പിറകിൽ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ ശരത്തിന് ചെറിയൊരു പേടിയുണ്ട്. അങ്ങനെ മനോഹരനെയാണ് ഇപ്പോഴും ചന്ദ്ര ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് അറിയുമ്പോൾ ശരത്തിന് നല്ല ആശ്വാസമാവാണ് കേട്ടോ. പിന്നെ ചന്ദ്ര ഫോൺ വെച്ച ശേഷം വിഷ്ണു അടുത്തേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നതും റൂബിയെ കൊന്നതും ആരാണെന്നുള്ളത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ, എൻ്റെ സംശയം ശരിയാണെങ്കിൽ അത് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചിട്ടുള്ളത് ആ ശരത്ത് തന്നെയാണ്. ശരത്തോ? അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ റൂബിയെ പിന്നെ അവൻ എന്തിനാണ്? അതിനും അവനക്ക് എന്തെങ്കിലും കാരണമുണ്ടാവും. എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. അവൻ നീ വിചാരിക്കുന്നത് പോലെയല്ല. അവൻ വലിയൊരു ഫ്രോഡാണ്. അവനുമായിട്ട് അങ്ങനെ കൂട്ടുകെട്ടുന്നത് നല്ലതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് നിനക്ക് കൂടി ദോഷം ചെയ്യുമെന്നാണ് തോന്നുന്നത്. നമ്മളും അതിനേക്കാളും വലിയ ഫ്രോഡാണ്. പക്ഷേ അവൻ നീ കരുതുന്നത് പോലെയല്ല. അപ്പോൾ ചന്ദ്ര പറയണേ, എനിക്കറിയാം അവനൊരു ഫ്രോഡാണെന്നുള്ളത്. പക്ഷേ അവൻ വിചാരിച്ചാലാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനോടൊപ്പം കൂട്ടുകൂടിയിട്ടുള്ളത്. അപ്പോൾ വിഷ്ണു പറയണേ, ഒന്നാലോചിച്ചാൽ നമുക്കൊന്നും ക്യാരക്ടർ ഇല്ല. പക്ഷെ അതിനൊക്കെ ആ ദേവികയ്ക്ക് നല്ല ക്യാരക്ടറുണ്ട്. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അപ്പോൾ എന്താണാവോ വിഷ്ണു ഇപ്പോൾ ദേവികയെ പുകഴ്ത്തി സംസാരിക്കുന്നത്? എന്താ അവളുടെ ആരാധകനായി മാറിയോ? ആരാധിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനൊന്നും ഞാൻ തൽക്കാലം നിൽക്കുന്നില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, എനിക്ക് അങ്ങോട്ട് ആരാധിക്കാനേ തീരെ താല്പര്യവുമില്ല. ഇപ്പോൾ അതിനൊട്ടും സമയവുമില്ല. ഇനിയിപ്പോൾ എന്നെ ഇങ്ങോട്ട് ആരാധിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അതിനെ ഞാൻ അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്ര ദേഷ്യം പിടിച്ചിട്ട് പറയണേ, തൽക്കാലം ഇപ്പോൾ ആരാധിക്കാനേ ഞാനുണ്ട്. ഇനി കൂടുതൽ ആരാധകരെ ഒന്നും വിഷ്ണു പ്രതീക്ഷിക്കേണ്ട. അതിനെന്തായാലും ഞാൻ സമ്മതിക്കത്തുമില്ല. അയ്യോ, ആരതിന് പ്രതീക്ഷിക്കുന്നു? ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം എനിക്ക് ഒന്നും മതി. അതാണ് എനിക്ക് എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്ര വിഷ്ണുവിനെ തന്നെ പുഞ്ചിരിയോടുകൂടി നോക്കി നിൽക്കുകയാണ്.